Hi all, welcome to MedVenture Dr. Andros Academy. So my name is Dr. Asna Hassan, teaching faculty of MedVenture Dr. Andros Academy. സോ ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും മെഡ്വെഞ്ചർ അക്കാഡമിയിലോട്ട് വെൽക്കം ചെയ്യുവാണ്. സോ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡ്രൂസ് അക്കാഡമി ആണല്ലേ. സോ ഇതൊരു ഇൻഡക്ഷൻ ക്ലാസ് എന്ന് പറയാം. സോ നിങ്ങൾ ഇനിയുള്ള ഒരു 6 മാസം മെഡ്വെഞ്ചറിലായിരിക്കും. സോ അപ്പോൾ മെഡ്വെഞ്ചർ എന്താണ്, മെഡ്വെഞ്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ മെഡ്വെഞ്ചറിലുള്ള ടീംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഉള്ള കറന്റ്ലി ഉള്ള GCC എക്സാമിൻ്റെ സിലബസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്തേക്കുന്നത്. സോ ഇത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം ഫസ്റ്റ്, കാരണം ഇത് ഒരു ഇൻഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയുള്ള ഒരു 6 മാസം ഈ ഒരു ജേർണിയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു അക്കാഡമിയിലൂടെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രൈം ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് തരിക, നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു സക്സസ് ആക്കി മാറ്റുക, നിങ്ങളുടെ ആംബിഷൻ, ഡ്രീംസ് അതൊക്കെ ഒരു റിയാലിറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അജണ്ട എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഈ ഒരു 6 മാസം ഇവിടെ കണ്ടിന്യൂ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണ് മെഡ്വെഞ്ചർ എന്നും മെഡ്വെഞ്ചറിലെ ബാക്ക് എൻഡിലുള്ള ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു ക്ലാസ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. സോ എനിവേ, വെൽക്കം ടു മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡ്രോസ് അക്കാഡമി. ആൻഡ് സോ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മെഡ്വെഞ്ചർ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സക്സസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടോപ്പ് 3 എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് മാറിയത് എങ്ങനെയാണെന്നും നമ്മുടെ ടീമിൽ ഉള്ളത് ആരാണെന്നും ആൻഡ് ഓൾസോ GCC എക്സാംസിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ തരാനും, പിന്നെ അറിയാം ഇതെന്താണ് ഒരു ഓൺലൈൻ കോഴ്സാണ് അല്ലേ. മെഡ്വെഞ്ചർ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടില്ല, ഓൺലൈൻ ആയിട്ടാണ്, കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ത്രൂ ആണ് നിങ്ങളുടെ കോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ഇനി ഗോ ത്രൂ ചെയ്യാൻ പോണത് ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. സോ എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡ്രോസ് അക്കാഡമി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മെഡ്വെഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ CEO ആയിട്ടുള്ള ഡോക്ടർ ആൻഡ്രോസ് സാർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2022 ആൻഡ് ഓൺ May 25. സോ ആ ഒരു സമയത്ത് 2022 സാറിന് ഉണ്ടായിരുന്നത് 10 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, ആ ഒരു 10 സ്റ്റുഡൻറ്റിൽ നിന്ന് ഇന്ന് നമുക്ക് പ്രൗഡ്ലി നമുക്കത് പറയാൻ പറ്റും, ഇന്ന് നമ്മുടെ മെഡ്വെഞ്ചറിൽ നിന്ന് ഒരു 4000+ സ്റ്റുഡൻ്റ് ആണ് പാസ്സായിട്ടുള്ളത്. ഓക്കെ, സോ സാർ 2022 അത് വലിയൊരു ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. 2022 നിന്നിപ്പോൾ 2025 ആവുന്നേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ, ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ സാറിൻ്റെ നമ്മുടെ മെഡ്വെഞ്ചറിൽ ജോയിൻ ചെയ്തേക്കുന്നത് 4000+ സ്റ്റുഡൻസ് ആണ്. ആൻഡ് ഓൾസോ വി ആർ സെലിബ്രേറ്റിംഗ് ദ സ്റ്റോറീസ് ഓഫ് മോർ ദാൻ 2000+ സ്റ്റുഡൻസ്. സോ ആ ഒരു 4000+ സ്റ്റുഡൻസിൽ നിന്ന് 2000+ സ്റ്റുഡൻസ് ആണ് ഇവിടുന്ന് സക്സസ് ആയി എക്സാം പാസ്സായെന്ന് അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ആംബിഷൻ ഒരു റിയാലിറ്റിയിൽ കൊണ്ടുവന്നത് ത്രൂ മെഡ്വെഞ്ചർ. ആൻഡ് അതുകൊണ്ട് തന്നെ വി ആർ പ്രൗഡ്ലി സേ ദാറ്റ് വി ആർ എമംഗ് ദ ടോപ്പ് 3 എഡ്യൂക്കേറ്റേഴ്സ് ഓൺ ക്ലാസ് പ്ലസ് ഇൻ ദ കൺട്രി. സോ ഈ ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് ഈ ഒരു അക്കാഡമി ജോയിൻ ചെയ്യുകയും ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ 2000+ സ്റ്റുഡൻസ് എക്സാം പാസ്സായി അവരൊരു ഫ്യൂച്ചർ സെറ്റിൽ ആയി എന്ന് പറയുന്നത് നമുക്കതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. സോ അങ്ങനെ ഇപ്പം ഒരു ടോപ്പ് 3 എഡ്യൂക്കേറ്റേഴ്സ് ആവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലേ. സോ ആ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെഡ്വെഞ്ചറിന് ഒരു സ്പെഷ്യാലിറ്റി ഒന്നിലധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ മുന്നിൽ നിൽക്കുന്നത് മെഡ്വെഞ്ചർ. And as I told before, we are celebrating 4000+ students and we are the top 3 educators across the country. സോ ഇനി ഞാൻ പറയാം എന്തൊക്കെയാണ് നമ്മുടെ മെഡ്വെഞ്ചറിനെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും സക്സസ് റേറ്റിൽ പൊക്കോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് ത്രൂ ഔട്ട് പോകുന്നത്. ഓക്കെ, 2 ടൈപ്പ് കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ കൂടി ഓൺലൈനിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത്, ചിലർ ഓഫ്ലൈൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ കിട്ടും, ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും, ആ ഒരു രീതിക്കൊക്കെയാണ് അവരുടെ കൺസേൺ വന്നത്. ഫോർ മീ, എനിക്കാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു പ്രിഫറൻസ്, എൻ്റെതും ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ മെഡ്വെഞ്ചറിൽ എത്തിയതോടെ എനിക്കത് മാറി. ബിക്കോസ് എന്താണ്, മെഡ്വെഞ്ചറിൽ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന അതുപോലെ തന്നെ ഒരു മെന്റർ
ഫുൾ ടൈം സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കും. അത് ഓഫ്ലൈനിൽ ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 30 സ്റ്റുഡൻസിനായിരിക്കും ഒരു ടീച്ചർ ഉണ്ട്. നമുക്ക് ചിലപ്പം ഡൗട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അത് ക്ലാസ് ഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഓഫ്ലൈൻ ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ മെഡ്വെഞ്ചറിൽ നമുക്ക് ഒരു മെന്റർ ഫോർ ഇൻഡിവിജ്വലൈസ്ഡ് സ്റ്റുഡൻസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹാദ് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഹാദിനാണ് ചോദിച്ചത്. ഹാദ് എന്ന് വെച്ചാൽ എന്താണ്? അബുദാബി ലൈസൻസിങ് എക്സാം ആണ്, അല്ലെങ്കിൽ DOH. ഓക്കെ, സോ ഹാദിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് റൂമിലോട്ട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് മെന്ററിനെ ഇവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പേഴ്സണലൈസ്ഡ് മെന്ററിനെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും, ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണമെന്നല്ല, ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, പേഴ്സണലി മെസ്സേജ് അയച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം. സോ നിങ്ങൾക്ക് 24/7 ആൻഡ് എന്തുണ്ടായിരിക്കും? ഒരു മെന്റർ അവൈലബിൾ ഉണ്ടായിരിക്കും. സോ അത് വേറെ എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. 24/7 നിങ്ങൾക്ക് ഒരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം, ഇറ്റ്സ് യൂസർ ഫ്രണ്ട്ലി ആസ് വെൽ ആസ് യു ക്യാൻ ആക്സസ് 24/7 പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഇനി ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എപ്പം വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഇപ്പം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു, അത് നിങ്ങൾക്ക് ഒരു അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ യു ക്യാൻ ആക്സസ് ദ മോക്ക് ടെസ്റ്റ്. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ആ മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് മോക്ക് ടെസ്റ്റിന്റെ കൂടെ നിങ്ങൾ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അവിടെ ഒരു കൺഫ്യൂഷൻസും വരില്ല. ഓക്കെ, ആൻഡ് കോഴ്സിന്റെ ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ 6 months ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾക്ക് 6 months എടുത്തു, ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കോഴ്സ് റിന്യൂവൽ ഓപ്ഷൻ, 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിന്യൂവൽ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു സ്പെഷ്യാലിറ്റി പറയുവാണെങ്കിൽ, ഇപ്പം വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം ഓക്കെ, എല്ലാ ലൈസൻസിങ് എക്സാമും അവർ ഒരുമിച്ചായിരിക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലായിരിക്കും. ഫോർ നഴ്സിംഗ് ആണെങ്കിലും, ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും, ഫിസീഷ്യൻ ആണെങ്കിലും, ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിലും, സോ അങ്ങനെ എല്ലാത്തിനും കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഫോർ മെഡ്വെഞ്ചർ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫാർമസിസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും കോച്ചിങ് കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ഫാർമസിസ്റ്റ് ആയിരിക്കാം, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാർമസിയിൽ പ്രൊഫസേഴ്സ് ആയിരിക്കാം. നമ്മുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത് വേറെ ഫീൽഡിനൊന്നും ആയിരിക്കത്തില്ല. ആൻഡ് ഓൾസോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ബാക്ക് എൻഡിലുള്ള എല്ലാവരും ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? ഫാർമസിസ്റ്റ് എക്സാമിൽ മാത്രമായിരിക്കും. ഓക്കെ, അപ്പം അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല, വേറെ ഒന്നുമില്ല. നമ്മൾ ഇപ്പൊ എവിടുന്നാണെങ്കിലും, ഇപ്പൊ റീകളക്റ്റഡ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനാണെങ്കിലും, അതുപോലെ തന്നെ അപ്ഡേഷൻസ് ആണെങ്കിലും നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഓൾ GCC കൺട്രീസിലുള്ള ഫാർമസിസ്റ്റുകളെയും ഫാർമസി കരിക്കുലത്തിൽ വരുന്ന അപ്ഡേഷനും മാത്രമായിരിക്കും. സോ ദാറ്റ് ഓൾസോ വൺ ഓഫ് ദി സ്പെഷ്യാലിറ്റീസ് എമംഗ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കും ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യും. വിന്നേഴ്സിന്റെ ആണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും, ആൻഡ് മോർ ഓവർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ത്രൂ ആണ് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ വൺസ് ഇത് ജോയിൻ ചെയ്തതിന് ശേഷം do follow our social media platforms such as Instagram, YouTube, Facebook. സോ നിങ്ങൾക്ക് അവിടെ ഒരു അപ്ഡേഷൻസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് പോകാൻ പറ്റും. നമ്മുടെ മെഡ്വെഞ്ചറിന് ഉണ്ടാകുന്ന അപ്ഡേഷൻസ് ആണെങ്കിലും, നിങ്ങളുടെ സിലബസിലോ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസിലോ എന്തെങ്കിലും വരുന്ന അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ ദി ഇൻഫോർമേറ്റീവ് വീഡിയോസ് യു ക്യാൻ ഡു ഫോളോ. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ ഈ ഒരു ഇൻസെപ്ഷൻ കൊണ്ടുവന്നത് ഡോക്ടർ ആൻഡ്രോ ജോൺ ആണ്. ഹി വാസ് ഓൾസോ ഫോംലി ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ സാറ് സെയിം ടീച്ചിങ് ഫീൽഡിൽ തന്നെ, അതായത് ലൈസൻസിങ് എക്സാം പഠിപ്പിക്കുന്ന ടീച്ചിങ് ഫീൽഡിൽ തന്നെ സാറിന് 7 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഹി വാസ് എ ക്യാപ്സ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. ക്യാപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓസ്ട്രേലിയൻ ഫാർമസി ലൈസൻസ് ആണ്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ആൻഡ്രോ ജോൺ എന്ന് പറയുന്നത്. സോ സാറാണ് ഈ ഒരു ഇൻസെപ്ഷൻ കൊണ്ടുവന്നതും ഇത്രയും ഒരു സക്സസ് റേറ്റിൽ എത്തി നിൽക്കുന്നതും. ഹി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് അവർ മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡ്രോസ് അക്കാഡമി. ആൻഡ് ഓൾസോ ഇത് നമ്മുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കാലിക്കട്ടാണ്.
ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലൊക്കേഷൻ വരുന്നത്. സോ ഇനി ഞാൻ നമ്മുടെ ടീമിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു മെഡ്വെഞ്ചർ ഇത്രയും സക്സസ്സിൽ ആവുന്നതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടീം. അതൊരു ബിഗ് ടീമാണ്, ഒരു സ്മോൾ ടീമല്ല, ഒരു ബിഗ് ടീമാണ് നമ്മുടെ ഈ ഒരു ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവർ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ആതിര ജോയ്. സോ ഡോക്ടർ ആതിര ജോയ് എന്ന് പറയുന്ന ആൻഡോ സാറിന്റെ വൈഫും കൂടിയാണ്. മാം ഒരു BDS ആണ്. സോ ഇപ്പം മാനേജിംഗ് ഡയറക്ടർ ഓഫ് മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമി. സോ ഈ നമുക്ക് ഡോക്ടർ ആതിര മാമിന്റെ അടുത്ത് ഇപ്പം നിങ്ങൾക്ക് എന്തിപ്പം ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, ഇപ്പം എന്താണ് ഇപ്പം ഫാക്കൽറ്റീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കൗൺസിലേഴ്സിന്റെ ഏത് രീതിയിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ മാമിനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. മാമിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എനി കൺസേൺ, ഒരു എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആണ്. ഈ ഡൗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കോഴ്സ് റിലേറ്റഡ് ഒന്നും അല്ല പറയുന്നത്. അതല്ലാതെ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ആതിര ജോയ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമി. സോ നെക്സ്റ്റ് വരുന്ന ജനറൽ മാനേജർ ആണ്. ജനറൽ മാനേജർ അജിത് ആന്റണി ആണ്. ആൻഡ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് HR വരുന്നത് ആര്യ. ഓക്കെ. സോ ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വരുന്ന എന്തെങ്കിലും കംപ്ലൈൻസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ കോൺടാക്ട് ദി HR. സോ ഇനി നിങ്ങളുടെ കൗൺസിലേഴ്സ്. സോ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു ആരെങ്കിലും ത്രൂ ആയിരിക്കും നിങ്ങൾ ഇവിടെ അഡ്മിഷൻസ് എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് ദേവദത്തൻ G നായർ, കാവ്യ സുരേന്ദ്രൻ, ഖദീജ ഹസൻ ആൻഡ് ആര്യ. സോ ഇവർ ത്രൂ ആയിരിക്കും നിങ്ങൾ ഈ ഒരു അക്കാഡമിയിലോട്ട് അഡ്മിഷൻസ് എടുത്തത്. സോ നിങ്ങൾക്ക് ഇനി ഒരു കോഴ്സ് റിന്യൂവൽ ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് വിങ്സിലായിരിക്കും നിങ്ങൾക്ക് ഇനി കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ക്വയറീസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നത് ഈ ഒരു കൗൺസിലേഴ്സിൻ്റെ അടുത്തായിരിക്കും. ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വയറീസും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജർ ആയിട്ടുള്ള ആര്യ, ഈ ആപ്ലിക്കേഷൻ മാനേജറും അതുപോലെ തന്നെ HR ഈ കൗൺസിലേഴ്സിലും എല്ലാം ആര്യയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ആര്യനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫാക്കൽറ്റീസിനെ പറ്റിയാണ്, ടീച്ചിങ് ഫാക്കൽറ്റീസിനെ പറ്റിയാണ്. സോ ടീച്ചിങ് ഫാക്കൽറ്റി നമുക്ക് 10 പേരാണ് നമ്മുടെ ഈ ഒരു മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമിയിലുള്ള ടീച്ചിങ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. ഈ 10 പേർക്കും കൂടി നമുക്ക് ഫാക്കൽറ്റി ഇൻചാർജ് വരുന്നുണ്ട്. ഹീസ് ഡോക്ടർ ടെസിൻ തോമസ്, ഫാമിലി ഗ്രാജുവേറ്റ് ആണ്, ഫാക്കൽറ്റി ഇൻചാർജ് ഓഫ് മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമി. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ GCC എക്സാമിനും നമ്മൾ സെപ്പറേറ്റ് മെന്റേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ DHA നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് വരുന്നത് DHAക്കാണ്. സോ DHAക്ക് നമ്മൾ എല്ലാ ഫാക്കൽറ്റീസും DHA ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ടിൽ ഡേറ്റ് പറയുവാണെങ്കിൽ നമുക്ക് നമ്മൾ ABC വെച്ചിട്ടാണ് ഓരോ ക്ലാസ് റൂമും പറയുന്നത്. DHA, DHAB, DHAC അങ്ങനെ ഇപ്പോൾ ടിൽ ഡേറ്റ് H വരെ ഉണ്ട്. സോ ആ H ക്ലാസ് റൂമിലും നമ്മൾ ഓരോ ടീച്ചറിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ അതിൽ വരുന്ന 10 ഫാക്കൽറ്റീസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഡോക്ടർ അമൽ കൃഷ്ണൻ, ഫാമിലി ഗ്രാജുവേറ്റ് ആണ്, ഫൗസ M ഫാം, ഡോക്ടർ ജുബേരിയ ബഷീർ ഫാമിലി ആൻഡ് ഡോക്ടർ ചിന്നു റോയ് തെക്കക്കര ഫാമിലി, നൗറിൻ M ഫാം, ഡോക്ടർ ടെസിൻ തോമസ് ഫാമിലി, ഡോക്ടർ അസ്ന ഹസൻ ഫാമിലി, ഡോക്ടർ ജലിൻ ജോൺസൺ ഫാമിലി, നിലീന ആന്ന വർഗീസ് M ഫാം, റെഹാനത്ത് KP M ഫാം. സോ ഈ ഒരു 10 ഫാക്കൽറ്റീസും DHA ക്ലാസ് റൂമിൽ ഡിഫറെൻറ്റ് ക്ലാസ് റൂമിൽ ഫാക്കൽറ്റീസ് ഇൻചാർജ് ആയിരിക്കും, ടീച്ചിങ് ഇൻചാർജ് ആയിരിക്കും. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ക്ലാസ് റൂം കെയിലോട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെയിൽ കിട്ടുന്നത് കെയിലുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും ആ K എന്ന് പറയുന്ന ക്ലാസ് റൂമിലെ ഇൻചാർജുമായിട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുകയും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആ ഒരു ഫാക്കൽറ്റിയുടെ നമ്പർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങൾക്ക് എനി ടൈം ആ ഒരു ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് എക്സാം ഹാദ് ഒമാൻ MSB. ഹാദ് അബുദാബി ലൈസൻസിങ് എക്സാം ആണ് ആൻഡ് ഒമാൻ MSB ഒമാനിലെ എക്സാം ആണ്. സോ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, ഡോക്ടർ അസ്ന ഹസൻ. സോ DHA കൂടാതെ കൺട്രോൾ ചെയ്യുന്ന വേറെ 2 എക്സാം ആണ് ഹാദും ഒമാൻ MSBയും.
ആൻഡ് സൗദി SPLE ആൻഡ് സൗദി SPLE ഫാർമസി ടെക്നീഷ്യൻ ആൻഡ് MOH. ഡോക്ടർ ജെലിൻ ജോൺസൺ ആണ്. ഷീസ് എ ഫാർമഡി ഗ്രാജുവേറ്റ്. സോ സൗദി എക്സാമും അതുപോലെ തന്നെ സൗദിയുടെ ഫാർമസി ടെക്നീഷ്യൻ എക്സാമും MOH എക്സാമും ഹാൻഡിൽ ചെയ്യുന്നത് ജെലിൻ മാം ആണ്. ആൻഡ് ഖത്തർ QCHP എക്സാം നിലീന മാം ആണ്, MFAM ആണ്. സോ DH കൂടാതെ നിലീന മാം ഖത്തർ QCHP എക്സാമും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസ് എക്സാമും, അതായത് ഹാദിന്റെ ടെക്നീഷ്യൻ, DHA ടെക്നീഷ്യൻ, MOH, ഒമാൻ, ബഹ്റിൻ, NHRA ഫാർമസി ടെക്നീഷ്യൻ എക്സാം ഹാൻഡിൽ ചെയ്യുന്നത് റെയ്ഹാനത്ത് മാം ആണ്. റെയ്ഹാനത്ത് മാം ഒരു MFAM ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ബഹ്റൈൻ NHRA മാനേജ് ചെയ്യുന്നത് ഡോക്ടർ അമൽ കൃഷ്ണൻ ആണ്, ഫാമിലി ഗ്രാജുവേറ്റ് ആണ്, ബഹ്റൈൻ NHRA. സോ ഇത്രയും എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഈ ഓരോ എക്സാംസിനും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സെപ്പറേറ്റ് മെന്റേഴ്സ് ഉണ്ട്, സെപ്പറേറ്റ് ക്ലാസ് റൂംസ് ഉണ്ട്. സോ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഏത് എക്സാമാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ കോച്ചിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു 6 month പീരീഡിൽ പോകുന്നത്. സോ ഇതിൽ നമുക്കറിയാം പ്രോമെട്രിക് എക്സാംസ് പിയേഴ്സൺ വ്യൂ എക്സാംസും ആയിട്ടാണുള്ളത്. പിയേഴ്സൺ വ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഹാദ് വരുന്നുണ്ട്, ഒമാൻ വരുന്നുണ്ട്, സൗദി SPLE വരുന്നുണ്ട്. ഇത് ഇത്രയും പിയേഴ്സൺ വ്യൂ എക്സാം സെന്റേഴ്സ് ആയിരിക്കും. ആൻഡ് പിയേഴ്സൺ വ്യൂ എക്സാം സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ രണ്ടിടത്തുണ്ട്, ട്രിവാൻഡ്രം, കൊച്ചിയും വരുന്നുണ്ട്. അതുകൂടാതെ ബംഗളൂരു വരുന്നുണ്ട്, മൈസൂർ ആൻഡ് ചെന്നൈ. പ്രോമെട്രിക് ആണെങ്കിൽ തിരുവനന്തപുരം മാത്രമാണ് വരുന്നത്, പിന്നെ ബാംഗ്ലൂരും ചെന്നൈയും ആണ് വരുന്നത്. സോ പ്രോമെട്രിക് ആണ് DHA, MOH, ഖത്തർ, ബഹ്റൈൻ, NHRA ഒക്കെ പ്രോമെട്രിക് എക്സാം ആണ്. സോ ഇനി നോക്കുന്നത് ഓരോ എക്സാമിന്റെയും ബേസിക് ആയിട്ട് ഉള്ള ക്രൈറ്റീരിയാസ് ആണ്. ഓരോ എക്സാമിനും ഡിഫറെന്റ് ആണ്. ഓരോ എക്സാമിനും വേണ്ട മീൻസ് എക്സാമിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. പാസ് പെർസെന്റേജും വ്യത്യാസം വരുന്നുണ്ട്. ഫസ്റ്റ് DHA നോക്കുവാണെങ്കിൽ DHA ഇവിടുത്തെ എക്സാം ആണ്, ദുബായിലെ എക്സാം ആണ്, ദുബായ് പ്രോമെട്രിക് എക്സാം ആണ്. സോ അത് ഫാർമസിസ്റ്റിനും ടെക്നീഷ്യനും ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനും ഡിഫറെന്റ് ആയിരിക്കും. 3 കാറ്റഗറി ഓഫ് എക്സാംസ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് ഫോർ ഫാർമസിസ്റ്റ്, ടെക്നീഷ്യൻ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. സോ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ BPharm, MPharm, ഫാർമഡി ആണ്. ടെക്നീഷ്യൻ ആണെങ്കിൽ DPharm ആയിരിക്കും വരുന്നത്. സോ ഈ ഫാർമസിസ്റ്റിനാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനാണെങ്കിലും 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. സോ ഈ 2 years ഓഫ് എക്സ്പീരിയൻസ് അവർ എന്ന് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു ഡേറ്റ് മുതലാണ് ഇവർ ഈ 2 years ഓഫ് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിന് 150 questions ആണ്, 3 hours വരുന്നുണ്ട്. സോ പാസ് പെർസെന്റേജ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന് 70%, ബാക്കി ടെക്നീഷ്യനും ഫാർമസിസ്റ്റും 60% ആണ് വേണ്ടത്. ആൻഡ് വൺസ് ഇത് പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈസൻസിന്റെ വാലിഡിറ്റി 5 years ആണ് വരുന്നത്. സോ DHയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ ഫ്ലോയുടെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ എക്സാമിന് മുന്നേ ഡേറ്റ ഫ്ലോ ചെയ്യണം എന്നില്ല. എക്സാമിന് ശേഷം ഡേറ്റ ഫ്ലോ കണ്ടക്ട് ചെയ്താലും മതിയായിരിക്കും. ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ ഒരു വാലിഡിറ്റിക്ക് മുന്നേ ഡേറ്റ ഫ്ലോ കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും മതി. അതിന് മുന്നേ നമുക്ക് DHA എക്സാം എഴുതാന്നുള്ളതാണ് DHയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും വൺസ് BPharm അല്ലെങ്കിൽ ഫാർമഡി പാസ്സായി കഴിഞ്ഞാൽ DHA എഴുതാറുണ്ട്. കാരണം നമ്മൾ ആ ഒരു പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് അധികം ഒന്നും മറന്നുപോയില്ല, ആ ഒരു ട്രാക്കിൽ തന്നെ ആയിരിക്കും. സോ പെട്ടെന്ന് എക്സാം എഴുതുന്നവരും ഉണ്ട്, അല്ല എക്സ്പീരിയൻസ് എടുത്ത് ഡേറ്റ ഫ്ലോ കഴിഞ്ഞിട്ട് എഴുതുന്നവരും ഉണ്ട്. ഓക്കെ, അതാണ് DHA എക്സാമിൽ വരുന്നത്. DHA പ്രോമെട്രിക് എക്സാം ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന MOH. സോ MOH ഈ പറഞ്ഞ ബാക്കിയുള്ള എമിറേറ്റ്സിൽ വരുന്നതാണ്. ഷാർജ, അജ്മാൻ, ഫുജേരിയ, റാസൽ ഖൈമ, ഉമ്മൽ ഖുവൈൻ. ഇവിടെ വരുന്ന ഒരു എക്സാമാണ് MOH എന്ന് പറയുന്നത്. സോ ഇതും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ MOHന് ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന് വരുമ്പോൾ വൈവ വരുന്നുണ്ട്. DHയ്ക്ക് വൈവ ഉണ്ടായിരുന്നില്ല. ആൻഡ് സെയിം തന്നെയാണ് 3 hours 60% തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ MOH ആണെങ്കിൽ നമുക്ക് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റിയാണ്, പിന്നെ അത് റിന്യൂവൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്നാൽ ഇവിടെ ഡേറ്റ ഫ്ലോ നമ്മൾ എക്സാമിന് മുന്നേ പ്രയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഹാദ് വരുന്നുണ്ട്. ഹാദ് പറഞ്ഞു അബുദാബിയും അതുപോലെ തന്നെ അലൈനിലും നമുക്ക് ഹാദ് മതി, DOH എക്സാം മതി. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ ഹാദിന് കുറച്ചും കൂടി പാസിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി 85 ആണെങ്കിൽ 80 to 85. അപ്പോൾ 100 questions ആയിരിക്കും വരുന്നത്. ആ 100 questionൽ ഒരു മോർ ദാൻ 80 questions നമ്മളത് പാസ്സായിട്ടുണ്ടായിരിക്കണം. സെയിം 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ആൻഡ് 5 years ആണ് ലൈസൻസിന്റെ വാലിഡിറ്റി വരുന്നത്. ഖത്തർ ആക്ച്വലി ഇപ്പം ഈ കറണ്ട് സിനാരിയോ പറയുകയാണെങ്കിൽ ഖത്തർ കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും, ടഫ് ആയിക്കൊണ്ടിരിക്കണം. ഒരു സിലബസ് ഇപ്പം മെയ്യോട് കൂടി സിലബസും അത് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള മെറ്റീരിയൽസ് ഒക്കെ മാറ്റി പുതിയ മെറ്റീരിയൽസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വർക്കിലാണ്. അത് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ QCHP എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കറന്റ് ഖത്തർ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അവിടെ ഫാർമസിസ്റ്റും ക്ലിനിക്കൽ ഫാർമസിസ്റ്റും ആണ് വരുന്നത്. 2 years തന്നെയാണ് വരുന്നത്. 3 hours 60% വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു മാർക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. ഡേറ്റ ഫ്ലോയുടെ ആവശ്യം ഇല്ല. 3 years ആണ് വാലിഡിറ്റി വരുന്നത്. പിന്നെ ഒമാൻ വരുന്നുണ്ട്. ഒമാനിൽ എന്ന് പറയുമ്പോൾ
സെയിം നമ്മളെ ഒരു വൈവ എക്സാമും കൂടി വരുന്നുണ്ട്. വൈവ വരുന്നുണ്ട്. ആഫ്റ്റർ എക്സാം വൈവയും കൂടി പാസ്സായാൽ മാത്രമാണ് നമുക്ക് ഒമാൻ MSB എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഒമാൻ MSBയുടെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്. 1 year മാത്രമാണ് അവർ കൊടുക്കുന്ന വാലിഡിറ്റി. അപ്പൊ അതിനുള്ളിൽ നമുക്കൊരു ജോബ് കണ്ട് പിടിക്കേണ്ടിയിരിക്കുന്നു ഒമാൻ MSB ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് പിന്നെ ബഹ്റിൻ വരുന്നുണ്ട്. ബഹ്റിൻ എന്ന് പറയുമ്പോഴും 3 ആയിട്ട് ഒരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 60% ആണ്, 150 ക്വസ്റ്റ്യൻ, 3 hours ആണ് വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഫാർമസിസ്റ്റിന് 5 years ആണ് അവർ പറയുന്ന എക്സ്പീരിയൻസും, ടെക്നീഷ്യൻ ആണെങ്കിൽ 3 years, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെങ്കിൽ 2 years ഓഫ് എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. അപ്പൊ ഫാർമസിസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേഗം എഴുതാൻ പറ്റില്ല. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് കിട്ടുന്നത്. ബഹ്റിൻ ആണെങ്കിൽ. സൗദി ആണെങ്കിൽ ടെക്നീഷ്യനും ഫാർമസിസ്റ്റും മാത്രമാണ് അവർക്ക് വരുന്നത്. സോ ഇവിടെ ഒരു 150 ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് 3 hours ആണ്. 55% ചോദ്യം ഫോർ ഫാർമസി ടെക്നീഷ്യന്. ഫാർമസിസ്റ്റ് നമ്മൾ ഫാം ഡി ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. ഫാർമസിസ്റ്റിന് ഒരു ഫാം ഡി ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്, ബിഫാം അല്ല ചോദിക്കുന്നത്. ആൻഡ് ഇവിടെ 300 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ 300 ക്വസ്റ്റ്യൻസിൽ അൺസ്കോർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വെറുതെ, അതായത് അത് മാർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ഈ ഒരു 30 ക്വസ്റ്റ്യൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല. അവർ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടഫ്, മൈൽഡ്, മോഡറേറ്റ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. ആൻഡ് 6 hours ആണ്. പക്ഷേ ഇടയ്ക്കൊരു ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കും. ഒരു 45 minutes നിങ്ങൾക്കത് ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും വന്ന എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് സൗദി SPLA എക്സാമിൽ വരുന്നത്. സോ ഇത്രയും എക്സാംസ് ആണ് നമ്മൾ മെഡ്വെഞ്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഇത്ര എക്സാംസ് ആണ്. ഇത്രയും എന്ന് പറയുമ്പോൾ GCSലെ എല്ലാ എക്സാംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ എക്സാംസിനുള്ള കോച്ചിങ്ങും, എല്ലാ എക്സാംസിനുള്ള മെറ്റീരിയൽസും, എല്ലാ എക്സാംസിനുള്ള ഫാക്കൽറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഫോർ ഫാർമസിസ്റ്റ് മാത്രമായിട്ടുള്ള കോച്ചിങ് സെന്റർ ആണ് മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമി എന്ന് പറയുന്നത്. സോ ഇനി ആപ്ലിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ, സോ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓക്കെ, സിലബസ് പറഞ്ഞിട്ട് ആപ്ലിക്കേഷനിലോട്ട് പോവാം. സോ സിലബസ് നോക്കുവാണെങ്കിൽ ഇനി നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ക്ലാസ്സസിലായിരിക്കും. സോ നമ്മുടെ ബേസിക് ക്ലാസ്സസിൽ ആൻഡോ സാറാണ് ക്ലാസ് എടുത്തേക്കുന്നത്. സോ ആ ബേസിക് ക്ലാസ്സസിൽ കൊടുത്തേക്കുന്ന സിലബസ് ആണ്. അതായത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഫാർമസി കോഴ്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ നമ്മൾ ഇപ്പം 4 വർഷമാണെങ്കിലും 6 വർഷമാണെങ്കിലും 2 വർഷമാണെങ്കിലും നമുക്ക് ഒരു സിലബസ് ഉണ്ടായിരിക്കും. അതിൽ കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മുടെ ഈ എക്സാമിന് ചോദിക്കുള്ളൂ. അതായത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒന്നും ചോദിക്കില്ല. സോ ആ ഒരു ഫുൾ സിലബസ്, ഇപ്പൊ ബിഫാം ആണെങ്കിലും ഫാം ഡി ആണെങ്കിലും ഡിഫാം ആണെങ്കിലും അതിലുള്ള ഫുൾ സിലബസ് നമ്മുടെ സാറ് കവർ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് എല്ലാം ആപ്ലിക്കേഷനിൽ ആക്സസ് ആയിരിക്കും. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് കേട്ടേ പറ്റുള്ളൂ. സാറിന്റെ ക്ലാസ്സസ് അതായത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. സാർ അത്ര മനോഹരമായിട്ടാണ് ആ ക്ലാസ് എടുത്തേക്കുന്നത്. നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് എല്ലാ പോർഷൻസ് എങ്കിലും നമുക്ക് ആക്ച്വലി എനിക്കാണെങ്കിൽ കൂടെയും, അതായത് നമ്മളിപ്പം കോളേജിൽ ഒരു ടോപ്പിക്സ് പഠിച്ചു, പക്ഷെ അത് എവിടെ പ്രാക്ടിക്കലി അത് എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് അറിയില്ല. പക്ഷെ സാറിന്റെ ക്ലാസ് ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പഠിച്ചതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്താണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. സോ എന്തായാലും നിങ്ങൾ ആ ക്ലാസ്സസ് കേൾക്കണം. അത് ഇപ്പം എക്സാം നമുക്കറിയാം എക്സാമിന് ഫയൽസ് നൽകിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ ആണെന്ന് അറിയാവുന്നുണ്ടെങ്കിലും കൂടെയും സാറിന്റെ ക്ലാസ്സസ് കേൾക്കുകയാണെങ്കിൽ ഇത് ഫ്യൂച്ചറിലത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സോ സാറിന്റെ ക്ലാസ്സസ് എന്തായാലും കേൾക്കുക. സോ ഇതിൽ നമ്മുടെ സിലബസ് വരുവാണെങ്കിൽ ഓരോ ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഫാർമക്കോ എക്കണോമിക്സ്, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഫാർമസ്യൂട്ടിക്കൽ സയൻസിന് അപ്രോക്സിമേറ്റ്ലി 35% ആണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതിൽ എല്ലാ ഫാർമക്കോളജി ടോപ്പിക്സ്, എല്ലാ സിസ്റ്റവും, നെർവസ് സിസ്റ്റം, കാർഡിയാക് സിസ്റ്റം, അതുപോലെ തന്നെ സിമ്പതറ്റിക് ആണെങ്കിലും പാരാസിമ്പതറ്റിക് സിസ്റ്റം ആണെങ്കിലും എല്ലാ സിസ്റ്റവും അവിടെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം, എല്ലാ സിസ്റ്റത്തിന്റെയും ക്ലാസ്സസ് ബേസിക് ക്ലാസ്സസിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ടോക്സിക്കോളജി വരുന്നുണ്ട്, മെഡിസിനൽ കെമിസ്ട്രി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബയോമെഡിക്കൽ സയൻസ് ആണ്. 10% ആണ് അത് ചോദിക്കുന്നത്. ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും വാക്സിനേഷനും ഇമ്മ്യൂണോളജിയും ആയിരിക്കും ചോദിക്കുന്നത്. ആൻഡ് 20% സോഷ്യൽ ബിഹേവിയർ അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ റെഗുലേഷൻസും, അതുപോലെ തന്നെ ഫാർമസി ലോ, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, ഫാർമക്കോ എക്കണോമിക്സ്, ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ്,
കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ രീതിയിലൊക്കെ ആയിരിക്കും സോഷ്യൽ ബിഹേവിയറൽ അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് എന്ന് ചോദിക്കുന്നത്. 20% ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ക്ലിനിക്കൽ സയൻസ് വരുന്നുണ്ട്, 35% ക്ലിനിക്കൽ സയൻസ് എന്ന് വരുന്നുണ്ട്. ക്ലിനിക്കൽ ഫാർമക്കോ എജനോമിക്സ്, ക്ലിനിക്കൽ കേസ് തെറാപ്പി, ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്നുള്ള കേസ് സ്റ്റഡീസ് വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻസ്. സോ ഇതൊരു 35% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാൽക്കുലേഷൻസ് ആണെങ്കിലും കേസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കൂടുതലും കേസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ആൻഡ് ഫാർമക്കോ ജെനോമിക്സും ചോദിക്കാറുണ്ട്. സോ ഈ രീതിയിലായിരിക്കും ഫാർമസിസ്റ്റിനുള്ള ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനുള്ള സിലബസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ബേസിക് ക്ലാസ്സസിൽ എടുത്തു പോയേക്കുന്നത്. സോ ഫോർ ഷുവർ നിങ്ങൾ ബേസിക് ക്ലാസ്സസ് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ബേസിക് ക്ലാസ്സസ് ഓരോ ക്ലാസ്സസ് നല്ലപോലെ കേട്ട് പോയി. ഇപ്പൊ ഈ ബേസിക് ക്ലാസ്സസ് ഞാൻ കേൾക്കാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നിങ്ങൾ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളിലോട്ടും നിങ്ങൾ ഈ ബേസിക് ക്ലാസ്സസിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സോ അത് ജസ്റ്റ് കേട്ട് പോകാന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ ബേസിക് ക്ലാസ്സസിലെ എല്ലാ സ്ലൈഡ്സിന്റെയും പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അത് നോക്കി പോകാവുന്നതേ ഉള്ളൂ. ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് അത്രയുള്ള സമയം, നമുക്ക് 6 month ഡ്യൂറേഷൻ ആണ്. സോ അതിനുള്ളിൽ തന്നെ നമുക്ക് ബേസിക് ക്ലാസ്സസ് ആണെങ്കിലും ആ ഫുൾ കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ കോഴ്സ് നമുക്ക് പഠിച്ച് തീർക്കേണ്ട സമയം എന്ന് പറയുന്നത് 6 month ആണ്. ഓക്കെ. സോ ഇനി ടെക്നീഷ്യൻ വരുവാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് വേഗമായിട്ട് ടോപ്പിക്സ് ഇല്ല, കുറച്ച് കുറവാണ്. സോ നിങ്ങൾക്കുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ വരുന്നുണ്ട്, സ്റ്റെറൈൽ പ്രിപ്പറേഷൻസ്, കോമ്പൗണ്ടിങ് ആൻഡ് ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസ്, മെഡിക്കേഷൻ സേഫ്റ്റി, ഫാർമസി ലോ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ, മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ. സോ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് തീർക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു 6 മാസം പീരീഡ് കൊണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും അത് ഡിപ്പെൻസ് ആണ് അല്ലേ. ചിലർ 3 മാസം എടുത്ത് തീർക്കാറുണ്ട്, ചിലവർ 2 മാസം, അല്ലെങ്കിൽ ചിലർക്ക് കൂടുതൽ വേണ്ടി വരും. അതൊക്കെ ഡിപ്പെൻസ് ആണ്. സോ ഏത് രീതിയിൽ ഫോളോ ചെയ്യണം എന്നുള്ളത് ഇതിപ്പം നമ്മൾ പറയാം, നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോളോ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 6 month പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി പാസ്സാകാൻ പറ്റും. ഓക്കെ. സോ സ്റ്റാർട്ട് വിത്ത് ബേസിക് ക്ലാസ്സസ്. സോ ആസ് ഐ ടോൾഡ് ബിഫോർ, ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ബേസിക് ക്ലാസ്സസ്. സോ ഈ ബേസിക് ക്ലാസ്സസിൽ എന്താ ഉള്ളത് ഞാൻ പറഞ്ഞു, നമ്മുടെ സിലബസിന്റെ ഫുൾ ടോപ്പിക്സ് സാറ് കവർ ചെയ്തിട്ടുണ്ട്. ഫോർ ഷുവർ നിങ്ങൾ ആ ബേസിക് ക്ലാസ്സസ് കേൾക്കണം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ഫ്യൂച്ചറിലത്തേക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഇതാണ് സാറിന്റെ ക്ലാസ്സസ്. സാർ ബ്രീഫായിട്ട്, ഒന്നും വാരി വലിച്ചല്ല, ബ്രീഫായിട്ടായിരിക്കും സാർ ആ ക്ലാസ് എടുത്ത് പോയിരിക്കുന്നത്. ഓക്കെ. സോ ഇനി ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. വൺസ് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷൻസ് കാണും, നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ആൻഡ് ഓരോ ഇപ്പൊ ANS കഴിയുമ്പോൾ അതിന് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. CNS, ആഫ്റ്റർ CNS യു ഹാവ് ടു അറ്റൻഡ് ദ മോക്ക് ടെസ്റ്റ്. ഈ രീതിയിലായിരിക്കും. വൺസ് ബേസിക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, വൺസ് ബേസിക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് ക്രാഷ് കോഴ്സ് ആയിരിക്കും. സോ ഈ ക്രാഷ് കോഴ്സിൽ എന്താ ഉള്ളത്, ഇപ്പൊ ഓരോ എക്സാമിന്, ഫോർ എക്സാമ്പിൾ ഹാർഡ് അല്ലെങ്കിൽ DOH എടുക്കുവാണെങ്കിൽ DOHന് വരുന്ന 4 ഫയൽസ് ആണ് വരുന്നത്. ജിഹാദ് വരുന്നുണ്ട്, റാസിക് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, നാസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റി എടുത്ത ഒരു ക്ലാസ് ആണ് ഈ ക്രാഷ് കോഴ്സ് വരുന്നത്. ക്ലിയർ ആണോ? അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ഫയൽസിലെ മോസ്റ്റ് ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള കോഴ്സാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വൺസ് ബേസിക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ക്രാഷ് കോഴ്സിലോട്ട് വരിക. ക്രാഷ് കോഴ്സിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ഫയൽസിലോട്ട് പോകുക. അപ്പോൾ ഓരോ എക്സാമിനും ഇമ്പോർട്ടന്റ് ഫയൽസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഏത് എക്സാം ആണോ ആ എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ഫയൽസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഇമ്പോർട്ടന്റ് ഫയൽസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ. സോ ഓരോ മോക്ക് ടെസ്റ്റ്, ഇപ്പൊ ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതിയിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾ എക്സാം പാസ്സായിരിക്കും. ഓക്കെ. ബേസിക് ക്ലാസ്സസിന് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് എക്സാമിന് ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുള്ളത്, ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ക്രാഷ് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാം. ഈ ഒരു പീരീഡ് ഓഫ് ടൈം, ക്രാഷിൽ നിന്ന് ഇമ്പോർട്ടന്റ് ഫയൽസിലോട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു 1 month ഗ്യാപ്പ് ഇടുക. 1 month ഗ്യാപ്പിൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 1 month പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടന്റ് ഫയൽസ് കവർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഡേറ്റ് എടുത്തതിന് ശേഷമാണ് ക്രാഷ് കോഴ്സിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 1 month പീരീഡ് ഗ്യാപ്പ് ഇട്ട് ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമ്പോർട്ടന്റ് ഫയൽസ് ആ ഒരു 1 month പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യും. തൊട്ടടുത്ത ഡേറ്റിൽ തന്നെ പോയി എക്സാം എഴുതി പാസ്സായി വരാവുന്നതുമാണ്. അപ്പൊ ഈ രീതിയിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം.
നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ആൻഡ് അതിൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ബേസിക് ക്ലാസ്സസിന്റെ ഇതാണെങ്കിൽ എത്ര വട്ടം വേണമെങ്കിലും ഇപ്പൊ CNS കേട്ട് കഴിഞ്ഞാൽ പിന്നെയും CNS കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് CNS ക്ലാസ് കേൾക്കാം. സോ CNS ഓൾറെഡി ആ ക്ലാസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എത്ര വട്ടം വേണമെങ്കിലും ആ ഒരു ക്ലാസ്സസ് കേൾക്കാവുന്നതാണ്. സോ ഇറ്റ്സ് യൂസർ ഫ്രണ്ട്ലി ആണ്. ആൻഡ് ആൻഡ്രോയിഡ് ആണെങ്കിൽ മെഡ്വെഞ്ചർ ആൻഡ് iOS ആണെങ്കിൽ മെഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമി എന്ന വെബ്സൈറ്റിലായിരിക്കും അവൈലബിൾ ആവുന്നത്. ആൻഡ് ഈ നമ്മുടെ മെഡ്വെഞ്ചറിന് തന്നെ ഒരു പാർട്ട്ണർ ആയിട്ടുള്ള കൺസൾട്ടൻസിയാണ് മെഡിച്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാനാണെങ്കിലും ഡാറ്റ ഫ്ലോയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് മെഡിച്ചർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ അവർ നിങ്ങളുടെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളും ഗൈഡൻസും ഒക്കെ മെഡിച്ചർ ടീം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഇവിടെ സ്റ്റെപ്പ് ബൈ പറയുന്നത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. സോ അവിടെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഒരു ഓവർവ്യൂ കിട്ടും. ആൻഡ് ഓൾസോ ദി കോണ്ടന്റ് വരും മനസ്സിലാവും. എന്നിട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ തൊട്ട് ബേസിക് ക്ലാസ്സസ് എന്തായിരിക്കും. ആ ബേസിക് ക്ലാസ്സസിൽ നിങ്ങൾ വൺസ് അതിൽ നാവിഗേറ്റ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ഓരോ ക്ലാസ്സസ്. CNS, ANS ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ഓരോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ ഓരോ ക്ലാസ്സസിൽ സബ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ പാർട്ട് 1 ആയിരിക്കും, പാർട്ട് 5 പാർട്സ് ഉണ്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അത് ക്ലാസ്സിന്റെ ഓരോ ക്ലാസ് ഡിപ്പെൻഡ്. ഇപ്പൊ CNS ആണെങ്കിൽ അതൊരു വലിയൊരു ഏരിയ ആണ്. സോ അതിൽ ഓരോരോ പാർട്സ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് കൊടുത്തേക്കുന്നത്. ആൻഡ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അസസ് ചെയ്യാം. ആൻഡ് മോക്ക് ടെസ്റ്റിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു സൊല്യൂഷൻസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ അതെന്താണെന്നുള്ള സൊല്യൂഷൻസ് ക്ലിയർ ആയി പോകുന്നതാണ്. ഓക്കെ. സോ ഇത്രയുമാണ് മെഡ്വെഞ്ചറിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഐഡിയ. അല്ലെങ്കിൽ വേറൊരു സ്റ്റുഡന്റ് വേറൊരാൾ നിങ്ങളുടെ എവിടെയാണ് പഠിക്കുന്നത് ചോദിക്കും മെഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ് മെഡ്വെഞ്ചർ എന്ന്, അല്ലെങ്കിൽ മെഡ്വെഞ്ചറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് മെഡ്വെഞ്ചറിൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കണം. സോ ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എപ്പം ഏത് രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പം വേണമെങ്കിലും നിങ്ങൾ മെന്ററിന്റെ അടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൺസേൺസും കംപ്ലൈൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആതിര മാമിനെ കോൺടാക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ആര്യ മാമിനെ കോൺടാക്ട് ചെയ്യാം. സോ എല്ലാത്തിനും നിങ്ങൾക്ക് അവിടെ നമ്മുടെ ബാക്ക് എൻഡിൽ ടീംസ് ഉണ്ട്. എവിടെയാണ് നിങ്ങൾ സ്റ്റക്കായി പോകുന്നത് ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാൻ മെഡ്വെഞ്ചറിൽ ബാക്ക് എൻഡിൽ ഇത്രയും വലിയൊരു ടീമാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു ടീമിലാണ് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തേക്കുന്നത്. സോ എവിടെയും നിങ്ങൾക്ക് സ്റ്റക്ക് ആവേണ്ടി വരില്ല. ഓക്കെ. സോ എനിവേ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും നിങ്ങളുടെ ആംബിഷൻ ഡ്രീംസ് അതൊക്കെ റിയാലിറ്റി ആവട്ടെ ത്രൂ മെഡ്വെഞ്ചർ. സോ അതിന് വി ആർ ഓൾസോ ഹാപ്പി ബിക്കോസ് നമ്മുടെ മെഡ്വെഞ്ചർ ത്രൂ ആണ് നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ വി ആർ ഓൾസോ ഹാപ്പി. ആൻഡ് എനിവേ all the very best for your future, and may all your dreams come true. Welcome to Medventure Dr. Ando's Academy.